പ്രൈസ് ദ ലോർഡ്. ഈശോയുടെ മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, ഇന്ന് ബുധനാഴ്ച നീതിമാനായ ഔസിപിതാവിൻ്റെ മാധ്യസ്ഥതയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ഈശോ, ഒരിക്കൽ പോലും ഫോട്ടോ പോലും കാണാതിരുന്ന കരുണയുടെ കർത്താവ്, ആ കരുണയുടെ കർത്താവിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അയക്കട്ടെ. ഞാൻ ഫോട്ടോ ഇപ്പോൾ എൻ്റെ മോൻ്റെ റൂമിലുണ്ട്. ഞാനത് ഫോട്ടോ എടുത്ത് അയക്കാട്ടോ. ഞാൻ ധ്യാനത്തിൽ പറയാറില്ലേ, ഈ ഈശോയാണ് അതിപ്പോൾ ഞാൻ അയക്കാം. അത് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. കഴിഞ്ഞ ധ്യാനത്തിന് മൊത്തം കരുണയുടെ കർത്താവ് തന്നെ പ്രകാശം നിന്നിട്ട് പ്രകാശം ഇങ്ങനെ ടോർച്ചടിക്കുന്ന പോലെ ഇങ്ങനെ വീശില്ലേ, ആ ഈശോ വരുന്നു കൂടുതലും കണ്ട് ജീവിക്കുന്ന കർത്താവിനെ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഹല്ലേലൂയ എന്ന് സൂചിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഇന്ന് നമ്മൾ കാണുന്ന, കണ്ടുമുട്ടുന്ന ദൈവജനങ്ങൾ സത്യത്തിൽ അവരുടെ മുഖത്തും ഒരു പുഞ്ചിരി ഉണ്ടെങ്കിലും നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾക്കൊന്ന് നോക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ ഒരു പക്ഷേ നമ്മുടെ സമയം കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മളത് ചിന്തിക്കാറില്ല നമ്മുടെ ബന്ധപ്പാടിലൊക്കെ. പക്ഷെ സ്നേഹമുള്ളവരെ, ഇന്ന് അനേകം മക്കളുടെ മനസ്സ് നീറിപ്പോകുകയാണ്. ആരോടും പറയാൻ പറ്റൂല, ആരോടും പറയുന്നില്ല. അതനുസരിച്ചുള്ള വേദനകളിലാണ് അവർ, ബുദ്ധിമുട്ടുകളിലാണ് അവർ, കടബാധ്യതകളും. മക്കളെപ്പോൾ ഞാൻ കേട്ടു, കഴിഞ്ഞ ധ്യാനത്തിന് പാവം 15 ലക്ഷം രൂപ കൊടുത്തു ഏതൊരു യുകെയിലേക്ക് പോകാൻ വേണ്ടി. ആ പാവം കൊച്ചിനെ അനുഗ്രഹിക്കണമേ കർത്താവേ, അതിന് പുറത്തു പോകാനുള്ള അനുഗ്രഹം കൊടുക്കണമേ കർത്താവേ. ഭാഗമെന്ന് വന്ന ഒരു കൊച്ചാണ് കർത്താവേ. ആ മകളെ അനുഗ്രഹിക്കട്ടെ കർത്താവേ, അവളെ അനുഗ്രഹിക്കട്ടെ കർത്താവേ. വരാൻ പോണ അടുത്ത തിങ്കളാഴ്ചത്തെ അഖണ്ഡ ജപമാലയ്ക്കും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വ്യാഴാഴ്ച അവളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് എങ്ങനെയും പോട്ടെ കർത്താവേ. നിങ്ങൾക്കറിയാമോ, 15 ലക്ഷം രൂപ കൊടുത്തിട്ട് അവർ പറയുന്ന അവിടെ ഏതാണ്ട് പരിപാടികളൊക്കെ മാറ്റം വന്ന് ഇനിയും 14 ലക്ഷം കൂടി കൊടുക്കണമെന്ന്. ഒരു പാവപ്പെട്ട മക്കൾ എന്ത് ചെയ്യാനാ? ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒന്ന് നേടാമെന്ന് വിചാരിച്ചിട്ടാണ് വെല്ലോൻ്റെ അവിടെ പോയാലതി ഉണ്ടാക്കാൻ പറ്റുമോ? എല്ലാവരും പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ. നമ്മുടെയൊക്കെ അവസ്ഥകൾ എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. ഒരു ഗതിയില്ല, വരുമാനമില്ല, ഒന്നുമില്ല. അങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നല്ല കാലം. എല്ലാവരും പ്രാർത്ഥനയിൽ വളരട്ടെ കർത്താവേ, വിശുദ്ധിയിൽ വളരട്ടെ കർത്താവേ, മാനസാന്തരത്തിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. എല്ലാവരും ദൈവത്തിലേക്ക് കടന്നു വരട്ടെ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഈ കേരളത്തിൽ കർത്താവേ, ഇന്ത്യയിലും നല്ലൊരു ഭരണം വരട്ടെ, കേരളത്തിൽ നല്ലൊരു ഭരണം വരട്ടെ. ബിസിനസ് വ്യാപാരങ്ങളുടെ ഒരു സാധ്യതകൾ ഉണ്ടാവട്ടെ. ജോലിയില്ലാതെ വേദനിക്കുന്നവർ, പഠിച്ചിട്ട് ജോലിയില്ല കർത്താവേ. കഴിഞ്ഞ ധ്യാനത്തിന് വന്ന മക്കൾ, ഒരു മകന് യൂറോപ്പിൽ പോകണം, ഒരു മകന് മർച്ചൻ്റ് നേവിയുടെ ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നു, അവന് ഷിപ്പിൽ കയറണം. വേറൊരു കൊച്ചിന് കർത്താവേ സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് വരണം, അടുത്ത പ്രവേശിക്കുന്ന കൊച്ചിന്. കർത്താവേ, അവനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു വിട്ടതാണല്ലോ കർത്താവേ. എന്നാൽ ഇനിയും അങ്ങ് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു കർത്താവേ. വേറെ വലിയ പ്രവേശിതനാണെങ്കിൽ ഷിപ്പിൻ്റെ ഒരു ക്യാപ്റ്റനായ മകൻ, അവന് ആ സർട്ടിഫിക്കറ്റുമ്പോൾ തന്നെ പോകാൻ സാധിക്കട്ടെ കർത്താവേ. യേശുവേ, ഇത് കേൾക്കുന്ന സകല മക്കളുടെ നിയോഗങ്ങൾ അങ്ങ് കേൾക്കണമേ. എല്ലാ മക്കളുടെ ആവശ്യങ്ങൾ അങ്ങ് കേൾക്കണമേ. അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവമേ, ഞങ്ങൾക്ക് ആരുമില്ല കർത്താവേ, അങ്ങാണ് തുണ. ആകാശത്തിന് ഭൂമിക്ക് മധ്യേ ഏക മധ്യസ്ഥനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോ കർത്താവേ. പിതാവിലേക്കുള്ള വഴി അങ്ങ് മാത്രമേ ഉള്ളൂ കർത്താവേ. ഞങ്ങളെ എല്ലാവരെയും, അതുപോലെ വേദനിക്കുന്ന, ജോലിയില്ല, സാമ്പത്തിക പ്രതിസന്ധികളായിട്ട് കഴിയുന്ന ഓരോ മക്കളെയും ഈശോയെ അങ്ങൊന്ന് കൈപിടിച്ചുയർത്തണേ കർത്താവേ.
ഒരു കൈ സഹായം കൊടുക്കണേ കർത്താവേ. ജോലിയില്ലാത്തവർ കർത്താവേ, സങ്കടമുണ്ട് കർത്താവേ, സങ്കടമുണ്ട് കർത്താവേ. ചെറുപ്പക്കാരായ മക്കള്, അതും നല്ലവരായ മക്കള്, ഒരു ദുസ്വഭാവം ഇല്ലാത്ത മക്കള് യേശുവേ, പാവങ്ങളാണ് കർത്താവേ. അവർക്ക് തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവർക്ക് ഒരു സ്വന്തം പോക്കറ്റിലൊരു പൈസ വയ്ക്കുവാൻ, എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവാൻ ഒരു തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവേ. അനുഗ്രഹം ചൊരിയണമേ ഈശോ, കൃപാവരം ചൊരിയണമേ, സമ്പത്തു നൽകണമേ ഈശോ, സമാധാനം നൽകണമേ, ജോലികൾ നൽകണമേ ഈശോ, വ്യാപാരം നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം സമൃദ്ധിയായി എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പുരാന്റെ അപേക്ഷണീയമേ. നീതിമാനായ വിശുദ്ധ ഔസേപിതാവേ, ഇന്ന് ബുധനാഴ്ച അങ്ങയുടെ ദിവസമാണല്ലോ. അങ്ങയുടെ നിവേദനയ്ക്ക് അനേകം മക്കൾ വരുന്നു. അങ്ങയുടെ മധ്യസ്ഥം യാചിക്കുന്ന എല്ലാവരുടെ മേലെ കരുണയായിരിക്കണമേ. അതിനായി പ്രാർത്ഥിക്കണമേ. നീതിമാനായ ഔസേപിതാവേ, ധ്യാനം കൂടി പോയി എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ. മക്കളെ, നാളെ വൺഡേ ധ്യാനം വരുന്ന എല്ലാവരും, നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാവർക്കും കൗൺസിലിംഗ് തരാം. നിങ്ങൾ വിളിച്ചുകൊണ്ടുവരിക. അതോടൊപ്പം തന്നെ അടുത്ത തിങ്കളാഴ്ച അഖണ്ഡ ജപമാലയുണ്ട്. എല്ലാവരും വരിക കേട്ടോ. പരിശുദ്ധ കുർബാനയുണ്ട്, ആരാധനയുണ്ട്, കുമ്പസാരമുണ്ട്. നിങ്ങൾ വരിക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത തിങ്കളാഴ്ച നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പുരാന്റെ അപേക്ഷമേ. നിത്യപിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.